ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഒരുപാട് അഭിനയം പഠിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കാനൊരു അവസരം ഈ സിനിമയിലല്ലാതെ വരുന്നത് സ്റ്റേജ് ഷോസിലും അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോഴുമാണ്. അപ്പോൾ ഡാൻസ് എപ്പോഴും നമുക്കൊരു ആക്ട്രസ് എന്ന നിലയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഞാൻ 4 വയസ്സ് മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ ചേച്ചിയുടെ മാഷ് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അത്യാവശ്യം കുറേ സ്റ്റേജ് ഷോസ് ഞാൻ ചേച്ചിയുടെ കൂടെ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 150-200 സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും പുറത്തുമായിട്ട്. അതിനുശേഷമാണ് പഠിത്തം അങ്ങനെയൊക്കെ ഡീവിയേറ്റായി പോയത്. ഡയറക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ പുതിയ ട്രെൻഡി മൂവീസ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെങ്കിൽ തന്നെ ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, കോക്ടെയിൽ, ചാപ്പാക്കുരിശ്, ഇവരൊക്കെ വളരെ ട്രെൻഡി മൂവീസാണ്. ഇപ്പോൾ കോക്ടെയിൽ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ കൺവേർഷൻ ഇൻ ടു മലയാളം ആയിരുന്നെങ്കിൽ കൂടി ആ ഒരു മൂവിയെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് മലയാളത്തിൽ പിക്ചറൈസ് ചെയ്യാൻ പോലും പറ്റുന്നൊരു മൂവിയല്ല. പക്ഷെ ആ മൂവി എടുത്ത്, കോക്ടെയിൽ എന്നൊരു മൂവി എടുത്ത് അതൊരു വൻ വിജയമാക്കി തീർത്തുകൊണ്ട് ഡെഫിനറ്റ്ലി നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ട്രാഫിക് ഒരു പുതിയ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഒരുപാട് ആൾക്കാരെ വെച്ച് ഒരു വളരെ സക്സസ്ഫുൾ ആയ ഒരു മൂവിയാണ് ശ്രീ രാജേഷ് സാർ എടുത്തിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഡയമണ്ട് നെക്ലസ് ലാൽ ജോസ് സാറിൻ്റെ മൂവീസ് എല്ലാം തന്നെ എനിക്ക് വളരെ ഫേവറേറ്റ് ആണ്. പിന്നെ ലാൽ ജോസ് സാറിൻ്റെ ഫസ്റ്റ് മൂവി മറവത്തൂർ കനവായിരുന്നു. അതിലെൻ്റെ ചേച്ചിയാണ് അഭിനയിച്ചത് മമ്മൂക്കയുടെ കൂടെ. നമ്മുടെ മലയാളികളുടെ സെറ്റപ്പ് പണ്ടത്തിൽ നിന്നും ഇപ്പോൾ മാറിയിട്ടുണ്ട്. പണ്ട് ഒരുപാട് വലിയ വലിയ ഫാമിലീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ഫാമിലി മൂവീസ് ഓഡിയൻസ് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലീസിൽ പോലും എന്താ പറയുക, കുട്ടികൾ ഇപ്പോൾ പുറത്തു പോയാണ് പഠിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പാണ് ഇപ്പോൾ കൂടുതൽ മലയാളികളിൽ ഉള്ളത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഫാമിലി ഓഡിയൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഫാമിലി മൂവീസ് വ്യൂ ചെയ്യാൻ ആൾക്കാരില്ല. സോ ഒരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഡയറക്ടേഴ്സ് ഇങ്ങനത്തെ മൂവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് വളരെ സക്സസ്ഫുൾ ആവുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും ഇങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണെന്നായിരിക്കണം. തീർച്ചയായും ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് വരണം. കാരണം നമ്മുടെ മലയാളി നടികൾക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ്. ഇപ്പോൾ പണ്ട് കാലത്തെ ആക്ട്രസസിനെ നോക്കുവാണെങ്കിൽ ശോഭന ചേച്ചി, ഉർവശി ചേച്ചി, അവരൊക്കെ മറ്റ് ഭാഷകളിൽ ചെന്ന് വളരെ ഫേമസ് ആയി വന്നവരാണ്. അപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് വരുമ്പോൾ തീർച്ചയായും നമ്മളതിനെ എന്താ പറയുക, 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ബിക്കോസ് അങ്ങനത്തെ മൂവീസിൽ എന്തെങ്കിലും ഒരു ചെറിയ മെസ്സേജ് എങ്കിലും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഇനിയും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. മലയാളത്തിൽ തന്നെ അഭിനയിക്കാനാണ് എനിക്ക് ആഗ്രഹം. പിന്നെ നല്ല നല്ല പ്രോജക്ട്സ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്ട്സ് അല്ലെങ്കിൽ നല്ലപോലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് സബ്ജക്ട്സ് തമിഴിൽ നിന്നും വരികയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നും വരുവാണെങ്കിൽ ഐ വിൽ ട്രൈ മൈ ലക്ക് ദെയർ ഓൾസോ. ഒരു മൂവിയിൽ അഭിനയവും നൃത്തവും രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. കാരണം അഭിനയിക്കാൻ അറിയാം, പക്ഷേങ്കിൽ പാട്ടുകളിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, ഡാൻസ് കളിക്കാൻ അറിയില്ലെങ്കിൽ. അങ്ങനെ ഒരു ഡാൻസ് ഓറിയൻറ്റഡ് സോങ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഡാൻസ് കളിക്കാൻ അറിയാം, അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ അതും ഒരു ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആയിരിക്കണം. ആദ്യത്തെ ചിത്രത്തിൽ ഡാൻസ് പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴും ബിജുചേട്ടനോട് പറയാറുണ്ട്, എന്നാലും ബിജുചേട്ടാ എനിക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാനുള്ള ഒരു അവസരം തന്നില്ലല്ലോ എന്ന്. പക്ഷേ അഗൈൻ ആ ഒരു ക്യാരക്ടറിന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ മൂവിയിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ, ആ സ്ക്രിപ്റ്റിൽ അത് ഡിമാൻഡ് ചെയ്തിരുന്നില്ല. അപ്പം നമുക്കത് നമ്മുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഹോബീസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും മൂവീസ് വാച്ചിങ് ആണ് എൻ്റെ മെയിൻ ഹോബി. അത് ഞാൻ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഈ 4 ഭാഷകളിലും സ്ഥിരമായിട്ട് കാണാറുണ്ട്. പിന്നെ ഉറക്കം, അതൊരു ഹോബിയായി കൺസിഡർ ചെയ്യാമോ എന്ന് എനിക്കറിയില്ല. പിന്നെ അത്യാവശ്യം കുറച്ച് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ട് എനിക്ക്. ചില നല്ല നല്ല ബുക്സ് കിട്ടുമ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ ഇടയ്ക്ക് ഹോളിഡേയ്സിലൊക്കെ ആണെങ്കിൽ വായിക്കും. സ്ഥിരം ഒരു വൊറേഷ്യസ് റീഡറൊന്നും അല്ല, എന്നാലും അത്യാവശ്യം വായനാശീലങ്ങളുണ്ട്. പിന്നെ അതൊക്കെയാണ് എൻ്റെ മെയിൻ ഹോബീസ്. പിന്നെ എനിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഹോബീസ് ഉണ്ട്, അതിനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇംഗ്ലീഷ് മൂവീസിൽ ഈ നേരത്തെ പറഞ്ഞ കോക്ടെയിലിൻ്റെ ഒറിജിനൽ മൂവി ബട്ടർഫ്ലൈ ഓൺ എ വീൽ, അതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസാണ്. പിന്നെ ഇംഗ്ലീഷ് മൂവീസിൽ ഏറ്റവും
കുറച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഹൊറർ മൂവീസാണ്. ബിക്കോസ് അവരുടെ ഹൊറർ മൂവീസ് കണ്ടാൽ ശരിക്കും നമുക്ക് പേടിയാവും. ബട്ട് അഗൈൻ അവരുടെ റിംഗ് സീരീസ് എനിക്കിഷ്ടമാണ്. ഇറ്റ്സ് എ വെരി സ്കെയറി സീരീസ്. പിന്നെ ഇംഗ്ലീഷ് മൂവീസിൽ അവതാർ, ഞാനത് വാശി പിടിച്ച് തിയേറ്ററിൽ പോയി കണ്ട ഒരു മൂവിയാണ്. എന്താണ് അതിൻ്റെ 3D ഇഫക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവതാർ ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ്.